യുഎയിലെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് സേവനത്തിനായി അൽഹിന്ദ് എന്ന മലയാളി കമ്പനിക്ക് നൽകിയ കരാർ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്ന് കോടതി കണ്ടെത്തി. അതേസമയം നിലവിലുള്ള സേവനദാതാക്കളായ BLSന് യുഎയിൽ വീണ്ടും സേവനം തുടരാനാകുമെന്നാണ് സൂചന. ഇതിനിടെ ഒരു മാസത്തിനകം പുതിയ ടെൻഡർ നടപടി ആരംഭിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ കോൺസുൽ സേവനങ്ങളുടെ കരാർ നൽകിയത് അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന മലയാളി കമ്പനിക്കായിരുന്നു. കരാർ പ്രകാരം ജൂലൈ 1-ന് UAEയിൽ പുതിയ കോൺസുലർ അപേക്ഷാ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കേണ്ടതായിരുന്നു. ഇതിനായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തി യൂണിഫോം ഉൾപ്പെടെ ജീവനക്കാരെ നിയമിച്ച് തയ്യാറായിരുന്നു. എന്നാൽ ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തിയത്. ഇതോടെ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് കരാർ നൽകിയ നടപടി കോടതി റദ്ദാക്കി. ടെൻഡർ നടപടികളിലെ സാങ്കേതിക മൂല്യനിർണ്ണയ ഘട്ടത്തിൽ അയോഗ്യരാക്കപ്പെട്ട 2 കമ്പനികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ്. പങ്കെടുത്ത കമ്പനികൾക്ക് മാർക്ക് നൽകിയതിന്റെ കൃത്യമായ മാനദണ്ഡം വ്യക്തമാക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ലെന്നും കോടതി കണ്ടെത്തി. UAE, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിലെ കോൺസുലർ സേവനങ്ങൾക്കുള്ള ടെൻഡർ നടപടി ഇതോടെ അസാധുവായി. ഇനി ഒരു മാസത്തിനകം പുതിയ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. നേരത്തെ സേവനം നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ തൽക്കാലം പ്രവർത്തനം തുടരുമെന്നും സൂചനയുണ്ട്. അതേസമയം പുതിയ കോടതി ഉത്തരവോടെ ടെൻഡർ നടപടികൾ വീണ്ടും നീളുമെന്ന് ഉറപ്പാണ്. ഇതോടെ UAEയിലെ ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് പുതുക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകും. നിലവിൽ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പുതിയ വെബ്സൈറ്റ് വഴിയാണ് പാസ്പോർട്ട്, വിസ സേവനങ്ങൾ നൽകുന്നത്. ഇതുമൂലം അപ്പോയിന്റ്മെന്റ് കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. ഇതിനിടെയാണ് പുതിയ കോടതി വിധിയും തിരിച്ചടിയും വന്നത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.